എൻ്റെ വലിയൊരു ഈഗോ ആണ് ആരുടെ മുൻപിൽ നിന്ന് കരയരുതെന്ന്. എപ്പോഴും നല്ല ചിരിച്ച് സന്തോഷമായിട്ടുള്ള മുഖമേ ആൾക്കാർ കാണാവുള്ളൂ. എന്നാൽ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു പോയൊരു കുഞ്ഞ് ഒരുപാട് സ്നേഹവും വാത്സല്യമുള്ള അമ്മേനെ കണ്ടതുപോലെ ഞാൻ ആ സുന്ദരി ദേവിയെ കണ്ടങ്ങ് കരഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. തിരുവൈരാനിക്കുളത്ത് നട തുറന്നതറിഞ്ഞു, പക്ഷേ അത് അടയ്ക്കുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് നീ ഒന്നിങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പെട്ടെന്നൊന്ന് പോയി തൊഴുതു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരാതിയൊന്നും എനിക്ക് അവിടെ പറയാനില്ലായിരുന്നു, ആഗ്രഹമൊന്നും ചോദിക്കാനും. 2024 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചൊരു വർഷമാണ് കേട്ടോ. സുഖമാണോ, കഴിച്ചോ, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ ഒരു ഫോൺ കോൾ പോലും ഇല്ലാതിരുന്നൊരു സമയം. അപ്പോഴാണ് എനിക്ക് അമ്പലങ്ങളൊക്കെ വളരെ പ്രിയപ്പെട്ടതായിട്ട് തുടങ്ങിയത്. ആശ്വാസം ഒരുപാട് എനിക്ക് കിട്ടിത്തുടങ്ങിയത് അമ്പലങ്ങളിൽ പോകുമ്പോഴായിരുന്നു. നമ്മൾ പുറത്തു നിന്നൊന്നും കേൾക്കാൻ ആളില്ലാതാവുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവം വിളി കേൾക്കും എന്നുള്ള തെളിവ് സഹിതം എനിക്ക് കിട്ടിയ ഒരു വർഷം കൂടി. പണ്ട് കുഞ്ഞിലെ പച്ച സാരിയൊക്കെ ഉടുത്ത് കണ്ട ദേവീനെ പിന്നെ ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷം കസവ് സാരിയിലാണ് കേട്ടോ. എന്നാൽ ഇന്നലെ ഒരു കല്യാണ പെണ്ണ് പോലെ ഒരുങ്ങി ദേവി എനിക്ക് ദർശനം തന്നു. ഇന്നവിടെ നട അടയ്ക്കുകയാണ്. ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അമ്പലത്തിന്. അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു വ്ലോഗിൽ പറഞ്ഞിരുന്നു. ഇത്തവണ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഒരു കൂട്ട് വേണമെന്ന് ഞാൻ കഴിഞ്ഞ തവണ ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഇത്തവണ UK ന്ന് ഒരു കൂട്ടും വന്നിട്ടുണ്ടായിരുന്നു.